അതൊക്കെ വെച്ച് അതൊക്കെ ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫെബ്രുവരി 22 നിച്ചൂട്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. സെക്കൻഡ് ബർത്ത്ഡേ ആണ്. എത്ര പെട്ടെന്നാലും ഇത് ഇങ്ങനെ ഇരുന്ന കുഞ്ഞി ചോട്ടാപ്പിക്കിരി ഉണ്ണിയാണ് വളർന്ന് 1 വയസ്സാകുന്നു, 2 വയസ്സാകുന്നു. ഈശ്വര, ഇതനുസരിച്ച് നമ്മളുടെ ഏജ് കൂടാനുള്ള നിലയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ്. എന്തായാലും ഇതാ ബർത്ത്ഡേക്ക് ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മളെ വീട്ടിലൊരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ 1ാമത്തെ ബർത്ത്ഡേക്ക് നിച്ചുവിൻ്റെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നെ തലേദിവസം ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ബർത്ത്ഡേൻ്റെ അന്ന് ഏട്ടനും കൂടെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഒരു കുഞ്ഞു ആഘോഷമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഇതെന്താടാ? താങ്ക് യു പറഞ്ഞു. എന്താ കാരണം അവന് എന്താ സഞ്ചിയിലൊക്കെ അജസർ എടുക്കുന്നാണ് പറഞ്ഞ കൊടുക്കാനായിരിക്കും ആരും എടുക്കുന്നില്ല. നല്ല ഉറങ്ങിയായിരുന്നു, ഞാൻ പൊക്കിക്കൊണ്ടുവന്ന. ആ നിച്ചുവിന്റെ ഡ്രസ്സാണ്. വലുതായിരിക്കും. അത് ചാരുവിന്റെ ആണോ? നമ്മൾ നിച്ചുവിന്റെ 1ാമത്തെ പിറന്നാളിലും ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ട് ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് കാണിക്കുന്ന മിക്കവാറും വീഡിയോയിലോ പല ക്ലിപ്പുകളും ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല, അല്ലാണ്ട് ആ ഒറിജിനൽ ഓഡിയോ ഇട്ടിട്ടുള്ളത്. കാരണം പിന്നെ നമുക്ക് കേൾക്കുന്ന സമയത്തല്ലേ കാണുന്ന സമയത്ത് അതാണ് കൂടുതൽ രസം ഉണ്ടാവുക. അതിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് അന്ന് എന്തൊക്കെയാണ് നമ്മൾ സംസാരിച്ചെന്നൊക്കെ കേൾക്കുമ്പോൾ രസമാണല്ലോ. അതുകൊണ്ട് ഞാൻ കുറേ വോയിസ് ഓവർ ചെയ്തിട്ടില്ല. ഈ ഒരു പൂജനെ നമ്മൾ തലേ ദിവസം 7 ഡേയ്സിൽ പോയിട്ട് ചില ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങൾ, നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കണ്ടേ. പിന്നെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഒരു പായസം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങളും പിന്നെ അല്ലാണ്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നേ. അപ്പോൾ അതെടുക്കാൻ പോയപ്പം അങ്ങനെ അച്ഛനും മോനും കൂടെ ഈ പൂച്ചനെ പെറുക്കി കൊണ്ടതാണ് കേട്ടോ. പിണ്ടിയോ? പാണ്ട. ഇങ്ങോട്ട് നോക്കിക്കാ ചുണ്ടോ ചുണ്ടോ എന്ത് സങ്കടം തന്നെ ചിച്ചു ചാരുട്ടിയേ ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ. അപ്പൊ ഞാൻ എടുത്തപ്പോ ഉണർന്നു. ആ, നിങ്ങൾ ഉറങ്ങാൻ പോയതാ? ഇനിയിപ്പോൾ ഏപ്രിൽ മാസം വന്നു കഴിഞ്ഞാൽ ചാരുവിൻ്റെ ബർത്ത്ഡേ ആവാനായിട്ടോ. ചാരുവിന് 1 വയസ്സാവാനായി. അപ്പം ഞാൻ നേരത്തെ പൂച്ചേൻ്റെ കാര്യം പറഞ്ഞത്, ഇവരുണ്ടല്ലോ, ഏട്ടൻ എപ്പോഴും പറയും നിച്ചൂട്ടൻ എന്തെങ്കിലും വാശി പിടിച്ച് അപ്പം അതേപോലെ നിങ്ങൾ സാധിച്ചു കൊടുക്കാൻ നിൽക്കും. പ്രത്യേകിച്ച് അച്ചച്ചന്മാരും അല്ലെങ്കിൽ അച്ചമ്മ അമ്മമ്മ അവരോടൊക്കെ പറഞ്ഞ കാര്യം കേട്ടോ. അവർ പറയുമ്പോഴത്തേക്ക് അതൊക്കെ സാധിച്ചു കൊടുക്കാൻ നിൽക്കും, അങ്ങനെ അവർ വാശിയാവുന്നു. പക്ഷെ ഇതിൻ്റെ 1ാമൻ ഏട്ടനാണ്, ഇവൻ്റെ എല്ലാ വാശിക്കും നിൽക്കുന്ന ഒരാളേട്ടനാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ബത്തേരിക്ക് ഇറങ്ങി. മിക്കവാറും ഞങ്ങൾ ആഴ്ചയിൽ എന്തെങ്കിലും സാധനം മേടിക്കാൻ വേണ്ടി പുറത്ത് പോകുമല്ലോ. അങ്ങനെ ഓരോ ആഴ്ച പോകുന്ന സമയത്തും ഇതേപോലെ എന്തെങ്കിലും പൂച്ചേനയോ പിയാനോയോ എന്തെങ്കിലും ഒരു സാധനം ഏട്ടൻ അവന് വാങ്ങിച്ചു കൊടുക്കും. അവൻ ചൂണ്ടിക്കാണിച്ചെടുത്തോണ്ട് വരും.
അപ്പം ഞാൻ പറയും ആഹാ നല്ല ആളാണ് പറയണത്. ഞാൻ പിന്നെ അവന് എന്തെങ്കിലും മേടിച്ചെടുക്കുന്ന സമയത്ത് ഏട്ടാ ഇതുപോലത്തെ ഉണ്ട് അപ്പം എന്നാലും അവൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് മൂപ്പരാണ് കേട്ടത് മേടിച്ചു കൊടുക്കുക. ഇത് കൊണ്ടുവന്നിട്ട് കളിക്കുകയാണെങ്കിൽ ഒരു രസമുണ്ട്. കൊണ്ടുവന്നാൽ ചിലപ്പോൾ ഒരു കുറച്ച് സമയം എടുത്ത് എന്തെങ്കിലും കളിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അവന് വേണ്ടേ വേണ്ട. അങ്ങനെ ഞാൻ എത്രയോ കളിപ്പാട്ടങ്ങൾ ഇവിടെ അതാ മേലെ ടെറസിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് കേട്ടോ. അവൻ നോക്കുക പോലും ഇല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ ഇഷ്ടമല്ലായിട്ടല്ല, അത് ഉപയോഗിക്കില്ല. പക്ഷേ ഈ പൂച്ചേനെ എന്താണെന്ന് അറിയില്ല, മൂപ്പർക്ക് ഇഷ്ടമായിട്ടുണ്ട്. അത് നല്ലോണം അത് വെച്ചിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അവനത് എപ്പോഴും അതിനോട് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. അപ്പം അത് മാത്രം അവനൊരു ഉപയോഗമുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ എന്ത് ചെയ്തു, അവനൊരു വലിയൊരു മുതലേനെ കൊണ്ടു കൊടുത്തിരുന്നു. ആ മുതലേനെ അവൻ മൈൻഡ് ആക്കാറ് പോലുമില്ല. എനിക്കതിനെ കാണുമ്പോൾ സങ്കടം വരും. അതിനെ നോക്കുക പോലുമില്ല. അങ്ങനെ അതാ നമ്മളുടെ ബർത്ത്ഡേക്ക് മുറിക്കാനായിട്ടുള്ള കേക്ക് കൊണ്ടുവന്നു കേട്ടോ. ഈ കേക്കിൻ്റെ ഒരു കഥ ഉണ്ട്. അതായത് എന്താണെന്നറിയില്ല, നമുക്ക് നിച്ചുവിന് ഇന്ന ദിവസമാണ് ബർത്ത്ഡേ എന്ന് അറിയാം, അതേപോലെ നമ്മൾ മാത്രമേ ആഘോഷിക്കുന്നുള്ളൂ എന്നൊക്കെ അറിയാം. പക്ഷേ കേക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യം മറന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മറ്റേ സ്പൈഡർമാൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള കേക്കിൻ്റെ ഒക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയില്ല എന്താ ആ ഒരു കാര്യം മറന്നു പോയെന്നുള്ള കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ മത്തായിസിനെ വിളിച്ചിട്ട് കേക്ക് പറഞ്ഞപ്പം തലേ ദിവസമാണ് കേട്ടോ, ഉച്ചയ്ക്ക് ശേഷം കേക്ക് വേണം ഇന്നത് കസ്റ്റമൈസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവരൊന്നും അയ്യോ അത് 2 ദിവസം മുന്നേ പറയണമെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടാവും, അപ്പോൾ സാധാ കേക്ക് തരാം, ജസ്റ്റ് പേരൊക്കെ എഴുതിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു പറ്റൂല ഏട്ടാ, അത് പറ്റില്ല, എന്തെങ്കിലും ഒരു സിമ്പിൾ മോഡൽ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മളെടുത്ത കേക്ക് ഉണ്ടല്ലോ അതിൻ്റെ മോഡൽ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ എനിക്ക് ആ കേക്ക് ഇഷ്ടമായിട്ടോ. അങ്ങനെ അത് കൊടുത്തു വിട്ടിട്ട് എങ്ങനെയൊക്കെ അവർ ചെയ്തു തന്നതാണ് ആ കാണുന്നത്. പിന്നെ രാവിലെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇങ്ങനെ വല്ല പരിപാടിയും വരുമ്പോഴേ മിക്കവാറും എല്ലാവരും കൂടെയുള്ള ഫോട്ടോ എടുക്കുള്ളൂ. എനിക്ക് വന്നപ്പോൾ ലാസ്റ്റ് എന്താ വിഷു ഓണോ അതിനായിരിക്കും എടുത്തിട്ടുണ്ടാവുക. എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉള്ളപ്പോൾ മാക്സിമം എല്ലാവരെയും പിടിച്ച് ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ. പിന്നെ ചേച്ചിക്ക് ഇവിടെ വന്നാൽ ഞാനാണ് ക്യാമറാമാൻ, എന്താ ചെയ്യുക, ഒരു ചെറിയ ക്യാമറയിലെ കൊണ്ട് ഇവർക്കൊക്കെ ഫോട്ടോസ് എടുത്ത് കൊടുക്കാൻ ഞാൻ വേണം. കിങ്ങിണിയോ അല്ലെങ്കിൽ മിന്നൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ കേട്ടോ നല്ല ഡ്രസ്സ് കേട്ടോ ഞാൻ എന്നെ ഫോൺ വിളിക്കും, കുഞ്ഞേച്ചി ഫോട്ടോ എടുക്കാൻ വരട്ടെ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഒഫീഷ്യൽ ഇവിടെ നമ്മുടെ ഫാമിലിയിലെ ഒഫീഷ്യൽ ക്യാമറാമാന് ഞാനാണ്. അപ്പം നമ്മളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എനിക്കൊന്നും ഫോട്ടോയ്ക്ക് നോക്കുകയല്ല കേട്ടോ, എങ്ങനെയൊക്കെയോ പിടിച്ചുകൊണ്ടേയിരുന്നതാ. പാത്തിച്ചാണോ ചാമിയെ? അയ്യോ അയ്യോ ഓയ്യോ തല കൈ വെച്ച് എന്റെ ദൈവേ കഷ്ടം. ഇതുകൊണ്ട് ചുമര് വരയാൻ പോവാം മകൻ. ഇതിപ്പോ പേനന്ന് പേനെന്നതിന് അറിയാണ്ട് പോലും കൊടുത്തോ അല്ലേ എന്റെ ഉണ്ണി? അച്ഛനോ? ബോബോ ബോബോ ചാരു ബോബോ ബോബോ ബോബോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പായസം രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാവരും എന്താ ഓരോ ഗ്ലാസ് പായസം കുടിക്കുകയാണ്. ഞാൻ ശരിക്കും അന്ന് പായസം കുറേ നേരം കുടിച്ചേയില്ല. കാരണം രാവിലെ എണീച്ചപ്പോൾ എനിക്ക് പായസം കുടിക്കാനുള്ള ഒരു മൂടുണ്ടായിരുന്നില്ല. ചായ കുടി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ. അതായത് നമ്മൾ കുഴിമന്തിയും അതേപോലെ തന്നെ ബിരിയാണിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കുഴിമന്തി കഴിച്ചു. പിന്നെ എനിക്ക് അങ്ങോട്ട് വയറിലൊന്നും പോകണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കും പായസം കുടിച്ചില്ല. പിന്നെ വൈകുന്നേരമായപ്പം അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ബിരിയാണി കഴിച്ചിട്ടില്ലല്ലോ. അപ്പം എനിക്ക് ബിരിയാണി കഴിക്കാനുള്ളൊരു കൊതി വന്നപ്പം ഒരു 5 മണിയൊക്കെ ആയപ്പം ഞാൻ കുറച്ച് ബിരിയാണിയും കഴിച്ചു. അപ്പോൾ പിന്നെയും പായസം കഴിക്കാനുള്ള വയറില്ല. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം വയറൊക്കെ ഫുള്ളായിട്ടിരിക്കുക, വേറെ ഒന്നും കഴിക്കേണ്ട, പായസം കഴിക്കാനുള്ള വയറുണ്ട്. അങ്ങനെ വൈകുന്നേരമായപ്പോഴാണ് ഞാൻ പായസം കഴിച്ചത് കേട്ടോ. നമ്മൾ അരിയും ചെറുപയർ പരിപ്പുണ്ടല്ലോ ആ ഒരു പായസം വെച്ചിട്ടുണ്ടായി, നല്ല രുചി ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഓരോ ഡെക്കറേഷൻ്റെ പരിപാടികളാണ്. ബത്തേരി ഒരു ബേക്കർ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പുണ്ട്. അവിടെ നിന്ന് പിന്നെയാണ് ഇത് കോർത്തട്ടോ. ഞങ്ങൾ വൈകുന്നേരം ബത്തേരി പോയപ്പോഴാണ് അവിടെ കോഫി കുടിക്കാൻ പോയപ്പോൾ ബേക്കർ ഹോം ഉണ്ടല്ലോ അവിടെ നിന്ന് കേക്ക് മേടിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ അപ്പോഴാണ് ഓർത്തത്. ഞങ്ങൾ എന്തോ മണ്ടന്മാർ, ഞങ്ങൾക്ക് അതിൻ്റെ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ അവരുടെ ഹൗസ് ഓഫ് ബേക്സോ നമ്മളെ കേക്ക് ഉണ്ടാക്കണ ഐറ്റംസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇങ്ങനെ ഡെക്കർ ഐറ്റംസ് ഒക്കെ ഇല്ലേ അതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് മേടിച്ച് വന്നിട്ട് അങ്ങനെ ഓരോ അലങ്കാരപ്പണികളാണ് കേട്ടോ. അപ്പം ഏട്ടൻ പറഞ്ഞു നമുക്ക് കുറേ അവിടെ ഇവിടെയൊക്കെ ഒട്ടിക്കാമെന്ന്. ഞാൻ പറഞ്ഞു
തൊട്ട് പോകരുത് ചുമരിൽ. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഏട്ടൻ എന്തോ ഒരു ഫോട്ടോ എന്തോ സ്ഥാനം സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഡബിൾ സൈഡ് ആ ഒരു ടാപ്പ് ഉണ്ടാവല്ലോ ഒട്ടിക്കണം, അത് കൊണ്ട് ഒട്ടിച്ചിട്ട് അവിടുത്തെ പെയിൻറ്റേ അങ്ങോട്ട് പോകുന്നു കേട്ടോ. ഭയങ്കര വൃത്തിയാണ് കാണാനായിട്ട്. ഇപ്പോൾ ചില കല്യാണത്തിനൊക്കെ തന്നെ, എക്സാമ്പിൾ എൻ്റെ കല്യാണത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഫോട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം അടിപൊളി പെയിൻറ്റൊക്കെ ആക്കി വെക്കും ആ സമയത്ത്, കല്യാണ സമയത്ത്. എന്നിട്ട് കൊണ്ടുപോയിട്ട് കല്യാണത്തിൽ നിന്ന് ഫോട്ടോ ഒട്ടിക്കും. പിന്നെ അത് പറിക്കണ സമയത്ത് അവിടുത്തെ പെയിൻറ്റ് പോകും. അതുകൊണ്ട് നമ്മൾ അധികം ഡെക്കറേഷൻ നിന്നിട്ടില്ല. ചാലണ്ടല്ല ബോളല്ല ബലൂണ്. എന്താടാ വേണ്ടാന്ന് ഭയങ്കര ഡിസൈനാണല്ലോ. വേണ്ടോ ഞാൻ പിന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയില്ലെന്നല്ല കേട്ടോ, ഞാനത് പറയാൻ മറന്നുപോയി. അച്ചമ്മളയും കൊണ്ട് അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് അച്ചമ്മ പച്ചക്കറി കൂട്ടുള്ളൂ. അതുകൊണ്ട് അച്ചമ്മയ്ക്ക് ചെറിയൊരു സദ്യയും കൂടെ അന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ആരും സദ്യ കഴിച്ചേ ഇല്ല, അച്ചമ്മ മാത്രമേ സദ്യ കഴിച്ചുള്ളൂ. പിന്നെ ഞാൻ നിച്ചൂട്ടനെ റെഡിയാക്കാൻ വേണ്ടി പോവാണേ. പോണോ ഈ ഷർട്ട് കാണിക്കില്ലേ? അവര് അല്ലെങ്കിൽ തന്നെ ഉറങ്ങാൻ വേണ്ട, ഒന്നും വേണ്ട, ഉറങ്ങ. ഉറക്കാൻ വന്ന് പൊന്തി വരും കുഞ്ഞാ. അവന് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയ ഷർട്ടാണ് കേട്ടോ. ആണ് ചേച്ചി കൊണ്ടുവന്നത് 2 വയസ്സിനാണ് കേട്ടോ. അവന് 2 വയസ്സിന് ഡ്രസ്സ് കിട്ടണമെങ്കിൽ അവന് 4 വയസ്സാവേണ്ടി വരും. കാരണം ഇപ്പം അവൻ ഇടുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അത് 1-ാം വയസ്സിലിടുന്ന കുട്ടികളുടെ ആ ഒരു സൈസുള്ള ഡ്രസ്സാണ്. അതങ്ങനെ ആയിരിക്കുമല്ലോ, എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ നിച്ചോട്ടം കുഞ്ഞതായിട്ടാണെന്ന് അറിയില്ല. എന്തായാലും ഇപ്പം അവന് 1 വയസ്സിൽ, ഇപ്പോൾ 2 വയസ്സായിട്ടുണ്ടെങ്കിലും അവന് 1 വയസ്സിൻ്റെ ഡ്രസ്സാണ് പാകാവുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്ക്. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, നല്ല രസമുണ്ട്. ഞാൻ കൊടുത്തിരിക്കുന്ന അതേപോലെ അവർ ചെയ്ത് തന്നിട്ടുണ്ട്. അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുറിക്കണം കേട്ടോ. നിശ്ചിട്ടാ അച്ഛനെ മോത്തിക്കൊക്കെ ഫോണിലൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യടാ. ഇതെങ്ങനെ കത്തിക്കാൻ കിട്ടിയില്ലേ? പറഞ്ഞു വെക്കണ്ട കുഞ്ഞാ ഇത് ഫോട്ടോ എടുക്കാൻ
Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. അച്ഛനെന്തോ ഒന്ന് കട്ടി വെച്ചു കൊടുക്കും ലക്ഷ്മണന്റെ കയ്യില് അത് തോട്ടോണ്ട് വെച്ചു കൊടുക്കും കേക്ക് കേക്ക് ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. പൂമാനം പൂമാനം പൂവില്ല പൂമാനം. ആരെ ഫോൺ എന്റെ ഒന്നല്ലോ. ആച്ചോ ചെന്നോ. ഞാൻ വെറുതെ ഞാൻ ഓക്കെ. അച്ഛൻ പോയില്ലേ? പോയോ? അങ്ങോട്ട് പോകുന്ന കിട്ടിയാ മതി. ഞാനുണ്ടോ അവൻ കഴിക്കൊന്നുമില്ല, വെറുതെ ആക്കിയാ അത്ര കിട്ടിയാലും മതി. ഇത് ഹൈറ്റ് കൂടുതലാണ് ശരിക്കും എങ്ങനെയാ പൊക്കിയപ്പോ നല്ല ഹൈറ്റ് ഈ മുത്ത് ഇല്ല നോക്കണം കേട്ടോ. ഈ മുത്ത് കഴിക്കെല്ലാരും. ഈ മുത്തൊക്കെ വെറും സാധാ മുത്തോ സാധാ അല്ലേ കഴിച്ചോട്ടെ. അല്ലാണ്ട് സാധാ മുത്തിലോ കൂടി പക്ഷെ ഇത് സാധാരണ. എനിക്ക് ഈ കേക്ക് മുറിക്കണതാണ് എന്താ ഓർമ്മ വരുന്നത് അറിയാം. നമ്മുടെ നിച്ചോന്റെ ഇതേപോലെ 1ാം ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നേ, ഇങ്ങനത്തെ ഒരു കേക്ക് മേടിച്ചു. അതിൽ ഇതേപോലത്തെ ആ ഒരു ഉണ്ട സംഭവങ്ങൾ കണ്ടോ, ഈ ഒരു കമ്പിയിൽ ഉണ്ടുള്ളത്. അപ്പം എൻ്റെ വിചാരം ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കൊടുത്ത കേക്ക് മുറിച്ച സമയത്ത് ആരെങ്കിലും ഇത് എടുത്തതോ കഴിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇത് എൻ്റെ ഒരു ഓർമ്മയിൽ അല്ലെങ്കിൽ എൻ്റെ വിചാരത്തിൽ കഴിക്കാൻ പറ്റുന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ അവൻ്റെ ബർത്ത്ഡേക്ക് വിളിച്ചപ്പോൾ ആ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒന്നും വരാൻ പറ്റിയില്ല. കാരണം ജോലി ഉള്ളതും കൊണ്ട് അങ്ങനെ പോയിട്ട് വൈകുന്നേരം വരുന്ന വഴിക്കാണ് അവിടെ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഭക്ഷണം കൊടുത്തു. അതിന് ശേഷം ഒരു കേക്കിൻ്റെ കഷ്ണം കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൽ ഈ ഒരു ഉണ്ട സംഭവം ഉണ്ടായിരുന്നേ. അപ്പം എൻ്റെ ചെറുത് കഴിക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ കഴിക്കാതെ, ഇത് കഴിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു ചേച്ചിനോട്. ഇത് കഴിച്ച ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ കടിച്ചു നോക്കിട്ടോ. കടിച്ചു കിടന്നു. ഇല്ല ചെഞ്ചു അത് കഴിക്കാൻ പറ്റുന്നില്ല, അത് കഴിക്കാൻ പറ്റുന്നില്ല, എന്താ സാധനം എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കഴിക്കാൻ പറ്റുന്നതായിരിക്കും, കേക്കിന് ഇങ്ങനെ കഴിക്കാൻ പറ്റാത്ത സാധനമൊക്കെ വെക്കുമോ, എന്തായാലും പറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, ഒന്നുകൂടെ കടിക്കാൻ പറഞ്ഞു. അപ്പോഴും പറഞ്ഞു ഇത് വേറെ എന്തോ പ്ലാസ്റ്റിക് ആണെന്നുള്ളത്. എന്നിട്ട് ഞാൻ പിന്നെ മേടിച്ച് കഴിച്ചു നോക്കുമ്പോൾ സംഭവം കഴിക്കാൻ പറ്റില്ല, കമ്പിയിൽ വേറെ എന്തോ ഒരു ഉണ്ട സംഭവം കേട്ടോ. അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയോട് പറയുന്ന ആ കേക്ക് മുറിക്കുമ്പോൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മാമകത്തിൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇൻടു ദ വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഫ്രൂട്ടി ഒരു ഫ്ലോറൽ സ്മെല്ലാണ് കേട്ടോ. നന്നായിട്ട് ആ ഒരു സ്മെല്ലാണെങ്കിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണത്. പിന്നെ അടുത്ത വന്നിട്ട് നമ്മുടെ ഈ ഒരു റീക്വലിൻ്റെ സെറാമൈഡ് ആൻഡ് ഹ്യാലുറോണിക് ആസിഡ് വരുന്ന മോയ്സ്ചറൈസറാണ്. മെയിനായിട്ട് നിങ്ങൾക്ക് ഇത് കോമ്പിനേഷൻ സ്കിന്ന്, അതേപോലെ തന്നെ ഒരു ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്. എൻ്റെ പറഞ്ഞിട്ടുണ്ട് ഓയിലി സ്കിൻ ആണെങ്കിലും ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റൊക്കെ ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് സ്കിൻ കുറച്ചും കൂടി ഡ്രൈ ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഡ്രൈ സ്കിന്നുള്ള ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ഒരു റീക്വലിൻ്റെ വരുന്നത്. നമ്മുടെ സ്കിന്നിന് എന്താ പറയുക വേറെ പ്രശ്നമൊന്നും വരത്തില്ല. അതേപോലെ തന്നെ സ്കിന്ന് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമുക്ക് ഈ ഒരു വലിച്ചിലൊന്നും അങ്ങനെ അധികം ഉണ്ടാവില്ല. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു വാസ്റ്റിൻ്റെ കൊക്കോ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. എനിക്കിഷ്ടപ്പെട്ട ബോഡി വാഷിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്മെല്ലുള്ളൊരു ബോഡി വാഷ് എന്ന് പറയാം കേട്ടോ. സോറി, ബോഡി വാഷ് അല്ല, ബോഡി ലോഷൻ. അപ്പോൾ നമുക്ക് ഫേസിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന നമ്മുടെ സ്കിന്നിൽ കൈയും കാലൊക്കെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ബോഡി ലോഷൻസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൊക്കോ ഗ്ലോ എന്നുള്ള ഈ വാസലിൻ്റെ നല്ല അടിപൊളി സംഭവമാണ്. ഇതിൻ്റെ സ്മെല്ല് ആ ഒരു കൊക്കോ, എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടം ആ ഒരു സ്മെല്ല് തന്നെയാണ് കേട്ടോ. അപ്പം നല്ലൊരു കൊക്കോ സ്മെല്ലൊക്കെ ഇഷ്ടമാണെങ്കിൽ അടിപൊളിയാണ്, അഫോർഡബിൾ ആയിട്ടൊരു സംഭവം കൂടിയാണ് കേട്ടോ. പിന്നെ അടുത്ത വന്നിട്ട് ഈ ഒരു നമ്മുടെ അണ്ടർ ആം റോൾ ഓൺ ആണ്.
ഇത് നമ്മളുടെ വിഷ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ്. അണ്ടർ ആംസിലൊക്കെ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അത് കുറയാനായിട്ടോ ഒരു ഭയങ്കരമായിട്ടുള്ള വേർപ്പ് നാറ്റം ഉണ്ടാവുമല്ലോ അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് നല്ലതാണ് കേട്ടോ. 5% AHA, 3% കോജിക് ആസിഡ്, ഹെലറോണിക് ആസിഡ്, അതേപോലെ തന്നെ ലിക്കറൈസ് ഒക്കെ വരുന്ന നല്ലൊരു റോൾ ഓൺ ആണ്. അണ്ടർ ആം വൈറ്റനിങ്ങിനും ഓഡർ കൺട്രോളിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒക്കെ എൻ്റെ അടുത്തുള്ളത് ആമസോണിൽ നിന്നാണ്. നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒക്കെ ഒരു സൺസ്ക്രീനുള്ള ഒരു എന്താ പറയുക, സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഒരു ബോഡി ലോഷൻ നല്ല, നമ്മുടെ ഫേസിൽ മാത്രമല്ല അല്ലാണ്ട് ബോഡിയിലും ഒരു സൺ പ്രൊട്ടക്ഷൻ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പം നമുക്ക് കയ്യിലും കാലിലൊക്കെ തേക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ബോഡി ലോഷൻ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ തരും. SPF 50 വരുന്നുണ്ട്. അപ്പം നമുക്ക് ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി ലോഷൻ പ്ലസ് സൺസ്ക്രീൻ ആണ്. പിന്നെ അടുത്ത് വന്നിട്ട് നമ്മളുടെ ഈ ഒരു മുഖത്ത് യൂസ് ചെയ്യാനായിട്ടുള്ള എന്താ പറയുക, ഡെർമാക്കോയിൻ്റെ ഒരു സൺസ്ക്രീനാണ്. 1% ഹൈലറോണിക് സൺസ്ക്രീൻ ജെല്ലാണ്. ഇതിൽ SPF 50 ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു മുഖത്ത് തേക്കാൻ പറ്റിയുള്ള സൺസ്ക്രീനാണ്. അപ്പോൾ എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും.